അടുത്തത് 10ാമത്തെ അത്ഭുതം. അത് 4 സുവിശേഷങ്ങളും രേഖപ്പെടുത്തിയിട്ടുള്ള ഒന്നാണ്. അപ്പം വർദ്ധിപ്പിച്ച് അനേകായിരങ്ങളെ തൃപ്തരാക്കുന്ന സംഭവം. 5 അപ്പം കൊണ്ട് 5000 പേരെ തൃപ്തരാക്കിയ ഒരു സംഭവമാണ് 4 സുവിശേഷങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ആ അത്ഭുതത്തിൻ്റെ വിവരണത്തിലേക്ക് വരുന്നതിന് മുമ്പേ മർക്കോസിന് സുവിശേഷത്തിൻ്റെ ആ ഘടനയിൽ ഇതിനുള്ള സ്ഥാനം കൂടി നമ്മൾ കണക്കാക്കുന്നത് നല്ലതായിരിക്കും. നേരത്തെ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, മർക്കോസിന് സുവിശേഷം 3 ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഭാഗം ഗലീലയിലെ പ്രവർത്തനം, 2ാം ഭാഗം ജെറൂസലത്തിലുള്ള യാത്ര, 3ാം ഭാഗം ജെറൂസലമിലെ പ്രവർത്തനം. ഇപ്പോൾ ഈ 1ാമത്തെ ഭാഗം ഗലീലയിലെ പ്രവർത്തനങ്ങൾ തന്നെ 3 ഭാഗമായി ഉപവിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ടെന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അത് 1-ാം അധ്യായം 13 വരെ ഉള്ളത് യേശുവിൻ്റെ പ്രവർത്തനങ്ങളുടെ തുടക്കമാണ്. 1:14 മുതൽ 3:6 വരെയുള്ളതാണ് ആദ്യ ഭാഗം. അവിടെ യേശുവിൻ്റെ ഗലീലയിലെ പ്രവർത്തനം അവസാനിക്കുന്നത് 3-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിലാണ്. സിനഗോഗിൽ വെച്ച് കൈ ശോഷിച്ചൊരു മനുഷ്യനെ സാബത്ത് ദിവസം സുഖപ്പെടുത്തിയതിൻ്റെ പേരിൽ യേശുവിനെതിരെ